പേരാമ്പ്രയിലെ വർഗീയ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന ഹീനമായ ശ്രമങ്ങൾക്ക് അവിടുത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കാഫിർ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് എന്ന പോലെ തന്നെയാണ് നമ്മുടെ കൗമിലെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് ചെയ്ത് ഒരു തരത്തിലും ഐക്യജനാധിപത്യ മുന്നണി സ്വപ്നെ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു പ്രദേശത്തിൻ്റെ തന്നെ സാമൂഹ അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പ് മാറും. അത് പരാജയം മണക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രചരണം ഇവർ പുറത്തിറക്കാറുള്ളത്. അപ്പോൾ പേരാമ്പ്രയിൽ വലിയൊരു മുന്നേറ്റം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ പരാജയ ഭീതിയിൽ ഇറക്കിയിട്ടുള്ള ഒരു കാർഡാണത്. ഇത് അവർക്ക് തന്നെ ബൂമറാങ് പോലെ തിരിച്ചടിക്കാൻ പോവുക. ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞത് അത് താൻ അങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ മുന്നണി അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല, അത് അന്വേഷണം നടക്കട്ടെ, അതിൽ അങ്ങനെ ഒരു കാര്യം ചെയ്ത് താൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും പരിശോധന എന്ന് പ്രഖ്യാപിച്ചു. അല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന പ്രചരണ വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ലെങ്കിൽ പിന്നെ പ്രചരണ വാഹനങ്ങൾ പിൻവലിക്കുകയല്ലേ വേണ്ടത്. ഇപ്പം നമ്മുടെ ഒരു പ്രചരണ വാഹനത്തിൽ നിന്ന് ഇപ്പോൾ എന്തായിരുന്നു കെ എം ഷാജിയുടെ പേരിലുള്ള കേസ്, കെ എം ഷാജി നേരിട്ട് വിതരണം ചെയ്ത എന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ പ്രചരിപ്പിച്ചത്. അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് അവസാനം സുപ്രീം കോടതി വരെ പറയുകയുണ്ടായി. എന്നിട്ടും വേറെ ആരോ വിതരണം ചെയ്തത് അത് ഷാജിയാണ് അതിൻ്റെ പിന്നിലെന്നല്ലേ എന്ന് അവർ പറഞ്ഞത്. അവസാനം അങ്ങനെ ഒരു സാധനം വിതരണം ചെയ്തിട്ടേ ഇല്ല എന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതുപോലെ ഐക്യജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള ഒരു പ്രചരണവും അവിടെ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളവിടുത്തെ സൗഹൃദാന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഏത് മണ്ഡലത്തിലും പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും എന്തിനാണ് ഈ വർഗീയ കാർഡ്, ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണ വാഹനം നിർത്തിയിട്ടിട്ട് അതിൻ്റെ അകത്തുനിന്നുള്ളത് അതിൻ്റെ വീഡിയോ പൂർണ്ണമായും വന്നല്ലോ. അപ്പോൾ നിർത്തിയിട്ട വാഹനത്തിൽ നിന്ന്, ഇടതുപക്ഷത്തിൻ്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രചരണത്തെ എങ്ങനെയാണ് ഇത് ഞാനറിയാതെ വന്നതാണ്, അല്ലെങ്കിൽ അതിൽ എനിക്ക് പങ്കില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക? CPM ഇങ്ങനെ പല മണ്ഡലങ്ങളിലും വർഗീയ കാർഡ് നടക്കുന്ന ഒരു പതിവാക്കിയിരിക്കുകയാണോ ഇങ്ങനെ? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് കണ്ടിട്ടുണ്ട്. നമുക്കറിയാലോ, ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയല്ലേ ആ കാഫിർ സ്ക്രീൻഷോട്ടുമായിട്ട് വന്നിട്ടുള്ളത്. അത് ഏത് രീതിയിൽ അവർക്ക് തിരിച്ചടിയായി? വൻ ഭൂരിപക്ഷത്തിലല്ലേ ഷാഫി പറമ്പിൽ ജയിച്ചിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ ഇനി പേരാമ്പ്രയിലെ ഞങ്ങളുടെ വിജയം ഒന്നുകൂടി സുഗമമായിരിക്കുന്നു. ഞങ്ങളുടെ ഭൂരിപക്ഷം ഇനി എത്ര വർദ്ധിക്കും എന്നുള്ളത് നോക്കിയാൽ മതി. കാരണം അവിടുത്തെ ജനങ്ങൾ അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടാവും. ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒന്നാകും. പേരാമ്പ്രയിൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അവർ പറയുന്നു അവസാന നിമിഷം വരെ താങ്കളെ മത്സരിപ്പിക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിരുന്നത്. താങ്കൾക്ക് മോഹം നൽകി, പക്ഷെ അവസാനം അജ്ഞാതമായ കാരണങ്ങളാൽ മത്സരിപ്പിച്ചില്ല എന്നാണ് എന്നെ അവർ പറയുന്നത്. എൻ്റെ കാര്യം ഞാനല്ലേ പറയുന്നത്. അവർ പറയുന്നു അവർക്കറിയാം കാര്യങ്ങള്. കടുത്ത അനീതിയാണ് എൻ്റെ കാര്യം എനിക്കറിയാലോ, ഞാനത് പറയുകയും ചെയ്തിട്ടില്ല. അത് ഞാൻ അന്ന് പിന്നെ സാദിഖലി ശിഹാബ് തങ്ങൾ
നേരിട്ട് ഓരോ ആളുകളെയും വിളിച്ചിട്ടാണ് സംസാരിച്ചത്. അവിടെ ഞാനും സാദിഖ് അലി തങ്ങളും സംസാരിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതിനുശേഷം അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ ആരോഗ്യസ്ഥിതി അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. എന്ത് തീരുമാനം വേണമെങ്കിലും പാർട്ടിക്ക് എടുക്കാമെന്നുള്ള തീരുമാനമായിട്ടാണ് പുറത്തു വന്നത്. അങ്ങനെയുള്ള ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പുതിയ തലമുറയിലുള്ള ആൾ വരണം എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല ഇപ്പോഴും ഞാൻ ഇതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയായിരുന്നു ഞാൻ ഓരോ സ്ഥലത്തും പോയി അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത് തന്നെയാണ് അവർ പറഞ്ഞത്. ഈ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി താങ്കളെ മാറ്റി നിർത്തിയപ്പോൾ താങ്കൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ഓടി നടന്ന് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വ്യത്യാസമുണ്ട്. മറ്റത് ഞാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ നടത്തുന്ന പ്രവർത്തനവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രചരണത്തിന് പോകുന്ന പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റത് നമുക്ക് കുറച്ചുകൂടി റിലാക്സ്ഡായിട്ട് ഓരോ സ്ഥലത്തും നമുക്ക് തിരഞ്ഞെടുത്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി ചെയ്യാം. മറ്റത് അങ്ങനെയല്ലല്ലോ. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ നമ്മൾ പ്രചരണത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതിന് പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ളത് നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യമല്ലേ. ഈ വിഷയത്തിൽ ഇപ്പം ഫാത്തിമയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങളാണ്. അത് തുടക്കം മുതലേ ആദ്യം അഹമ്മദ് ദേവർകോവിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിനുശേഷം ഇപ്പം ഈ പ്രചരണ വാഹനം വരുന്നു. ഇപ്പൊ നൂർബിന റഷീദ് വാർത്താ സമ്മേളനം വിളിച്ച് ഇന്ന് അവരുടെ ഈ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു. എന്നിട്ട് ഫാത്തിമ തഹ്ലിയക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പം ഈ ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇത്ര വലിയ അപകടകാരിയാണോ? കാരണം ഒരു സമയത്ത് പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയ ആളാണ് എന്നുള്ളതാണ് ഈ നൂർബിന റഷീദ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്ന് ഞാൻ പറയുന്നത്, ഫാത്തിമ തഹ്ലിയയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിട്ടുള്ളത് പാർട്ടിയാണ്. പാർട്ടിയുടെ കാൻഡിഡേറ്റാണ്, അല്ലാതെ അവരൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ല അവർ. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഫാത്തിമ തഹ്ലിയ എവിടെയാണ് മത്സരിക്കുന്നത്? പേരാമ്പ്രയിലാണ്. അപ്പോൾ പേരാമ്പ്രയിൽ മത്സരിക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പിന്നെ അവരെ ജമാഅത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ വന്നതാണ് എന്ന്, അതേപോലെ കൗമിൻ്റെ കുട്ടിയാണ് എന്നെല്ലാം പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അവർ ഫാത്തിമ തഹ്ലിയയെ പിന്നെ അവിടെ വിജയിക്കുമെന്നുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ജമാഅത്ത് ഇസ്ലാമി ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് കുത്തുന്ന, അതായത് ഇപ്പൊ നൂർബിൻ റഷീദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇടപെട്ടു. അതിന് ഞാൻ അതിന് മറുപടി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി ഓഫീസ് അല്ലെങ്കിൽ അവരുടെ പ്രാസ്ഥാനിക കേന്ദ്രത്തിൽ നിന്ന് വേണം എത്രയോ പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ പാരമ്പര്യമുള്ള മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല തമാശക്കുള്ള അവാർഡ് അതിന് തന്നെയാണ് കൊടുക്കേണ്ടത്. ഈ നൂർബിന് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇസ്ലാമിക മൂല്യങ്ങളൊക്കെ വെടിക്കുകയാണ് ഇപ്പോൾ വനിതാ പ്രവർത്തകരുടെ പ്രവർത്തനം. ഈ സലാലും ചൊല്ലി ചട്ടം അതിലൊന്നും ഞാനല്ല മറവ്. അത് അവരോട് നിങ്ങൾ ഇന്ന് പത്രസമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരോട് സംഭവിക്കുന്നത് അതല്ല, അത് അവരോട് ചോദിക്കേണ്ട. താങ്കൾ ഇപ്പോൾ മുസ്ലിം ലീഗിൽ മുതിർന്ന നേതാവാണ്. ഈ തവണ വനിതാ ലീഗിന് ഒരു തരത്തിലുള്ള പ്രാതിനിധ്യവും കിട്ടില്ല എന്ന ഒരു തോന്നൽ ഇല്ല. ഈ രണ്ടും വനിതയല്ലേ. ഫാത്തിമ തഹ്ലിയ വനിതാ ലീഗിൽ ഇല്ല എന്നുള്ളതാണ് അവരുടെ വാദം. വനിതാ ലീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം വനിതകളെ മുസ്ലിം ലീഗ് നിർത്താൻ തീരുമാനിച്ചു. 2 വനിതകളെ മുസ്ലിം ലീഗ് തിരഞ്ഞെടുത്തൊക്കെ കൂടുതലായി പിന്നെ ആളുകൾക്ക്, സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായെന്ന് വെച്ചാൽ വേറെയും ആളുകളെ നമ്മൾ ബാലൻസ് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ യൂത്ത് ലീഗിന് കൊടുക്കണം, അതുപോലെ തന്നെ പരിചയസമ്പന്നർക്ക് കൊടുക്കണം. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കൊടുക്കാൻ പറ്റിയ 2 ആളുകൾക്ക് കൊടുത്തു. അവർ 2 പാർട്ടി പ്രവർത്തകരാണല്ലോ. അല്ല, ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് അവർ മുസ്ലിം ലീഗ് ആണോ എന്നുള്ളതാണ്. മാത്രമല്ല ചില സ്ഥലത്ത് മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്രരെയും മുസ്ലിം ലീഗ് നിർത്താറുണ്ട്.
അതുകൊണ്ട് ആ അർത്ഥത്തിൽ മുസ്ലിം ലീഗുകാരല്ല ഇത് എന്ന് പറയാൻ പറ്റില്ല. അവർ പിന്നെ ഇവിടുത്തെ സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയാണ്. സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി എന്ന് പറയുമ്പോൾ യൂത്ത് ലീഗിൻ്റെ പ്രാതിനിധ്യ പിന്നെ കൊടുത്തതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ പിന്നെ കൂത്തുപറമ്പിൽ മത്സരിക്കുന്ന ഒരു ദേശീയ പിന്നെ ലീഗിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. രണ്ടുപേരും ഔദ്യോഗികമായ പദവികളിൽ ഉള്ളവരാണ്. പട്ടിക വന്ന മുതൽ ഏറ്റവും കൂടുതൽ അപസ്വരം ഉയർത്തിയത് ഈ പറഞ്ഞ വനിതാ നേതാവ് തന്നെയാണ്. അവർ വേറെ എന്തെങ്കിലും ലക്ഷ്യം വെക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഉള്ള അവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ശരിക്കും അത് നിങ്ങൾ അവരോട് തന്നെ അവർ പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. പുറമെ പുറത്തു നിന്നാണ് എന്നൊക്കെയാണ് ലീഗിനെതിരെ ഇത്തരം വിമർശനങ്ങൾ. അല്ല, അവരിപ്പം പാർട്ടി വിട്ടതായിട്ട് ഞാൻ വാർത്തയൊന്നും കണ്ടില്ല. അവരവരുടെ സ്ഥാനം രാജിവെച്ചോ എന്നുള്ളത്. അങ്ങയുടെ പേര് ഉൾപ്പെടെ അതിലേക്ക് അവരുടെ വാർത്താസമ്മേളനത്തിൽ വന്നിരുന്നു എന്നാണ്. അങ്ങേ അവസാനം വരെ സീറ്റ് നൽകാൻ അല്ല, എൻ്റെ കാര്യം ഞാനല്ലേ പറയേണ്ടത്. ഞാൻ എത്രയോ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അത് പാർട്ടി അല്ല, പാർട്ടി നേതൃത്വമാണ് അത് തീരുമാനിക്കുന്നത്. അഖിലേന്ത്യാ കമ്മിറ്റി എടുക്കുന്നു തങ്ങൾ പറഞ്ഞു. മറ്റു അഖിലേന്ത്യാ കമ്മിറ്റിയാണ് നടപടി എടുക്കേണ്ടതെന്ന് തങ്ങൾ. അതെ അത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ആ തീരുമാനം എടുക്കേണ്ടത്. ഈ മറ്റൊരു വിഷയം വന്നത് ഈ ഉമർ ഫൈസി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ജനറൽ സീറ്റുകളിൽ ഈ സ്ത്രീകളെ പരിഗണിക്കുന്നത് ആവശ്യത്തിനുള്ള സ്ഥാനാർത്ഥികളുടെ സ്ത്രീകൾ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരം ജനറൽ സീറ്റുകളിൽ സ്ത്രീകളെ പരിഗണിക്കുന്നത്? അല്ല, ഇതുവരെ പത്രക്കാർ നിങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം എന്താ? മുസ്ലിം ലീഗ് എന്താണ് സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കാത്തതെന്നല്ലേ? ഈ രണ്ടിനും മുസ്ലിം ലീഗ് മറുപടി പറയണം. അതായത് നമ്മൾ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു മാർഗ്ഗമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.